ഒരു വിമാനയാത്രയിൽ പലർക്കും ഏറ്റവും പേടിയുള്ളത് ഈ ഇടിമിന്നൽ ഉണ്ടാവുന്ന ടൈമായിരിക്കും. ഈ ഇടിമിന്നലിനെ പ്രിവെന്റ് ചെയ്യാൻ പലതരത്തിലുള്ള പ്രിക്കോഷൻസും എയർക്രാഫ്റ്റിൽ ഉണ്ടെങ്കിലും ഈ മിന്നൽ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നത് കോക്പിറ്റിലുള്ള ഒരു പൈലറ്റിനെയായിരിക്കും. അതുകൊണ്ട് പൊതുവെ ഈ സമയങ്ങളിൽ ചെയ്തു വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ സമയങ്ങളിൽ കോക്പിറ്റിലെ ലൈറ്റ്നിങ് സിസ്റ്റം പരമാവധി ഉയർത്തുകയാണ് ചെയ്യാറ്. ഈ സമയങ്ങളിൽ പുറത്തേക്കുള്ള കാഴ്ച മാക്സിമം ഒഴിവാക്കി ഇൻസ്ട്രുമെന്റ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും പൈലറ്റ്സ് അധികം ഫ്ലൈ ചെയ്യുന്നുണ്ടാവുക. പൈലറ്റ്സിന്റെ കാഴ്ചയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് കാഴ്ചയെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉയർന്ന രീതിയിലുള്ള തണ്ടർസ്റ്റോം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അധികം ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യാറില്ല. കാരണം ടർബുലൻസിന് സാധ്യതയുണ്ട്. ഈ തണ്ടർസ്റ്റോം അധികവും എയർക്രാഫ്റ്റിന്റെ സ്കിൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നാവിഗേഷൻ എക്യുപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള വെതർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് സിവിയർ ആയിട്ടുള്ള തണ്ടർസ്റ്റോമിൽ നിന്ന് പൈലറ്റ്സ് റൂട്ട് ഡൈവേർട്ട് ചെയ്യാറുണ്ട്. ഇടിമിന്നൽ എയർക്രാഫ്റ്റിനെ എഫക്ട് ചെയ്യുമെങ്കിലും മോഡേൺ എയർക്രാഫ്റ്റ് ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫലമായിട്ട് പഠനങ്ങൾ പറയുന്നത് വൺസ് ഓർ ട്വൈസ് എ ഇയർ മാത്രമാണ് ഇടിമിന്നൽ വിമാനത്തെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഫ്ലൈറ്റ് ട്രാവലിംഗിന്റെ ടൈമിൽ ഇടിമിന്നലിനെ പേടിക്കേണ്ട കാര്യമില്ല. അതിനെ പ്രിവെന്റ്